ഹായ് എവരിവൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ ഇന്ന് ഡിസൈഡ് യുവർ കോളേജ് ഇൻ വൺ ക്ലിക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതൊരു ഗവൺമെന്റ് കോളേജാണ്. ഓക്കെ, 1999 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. മന്നമ്പട്ട ശ്രീകൃഷ്ണപുരത്താണ് കോളേജ് വരുന്നത്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ക്യാമ്പസിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ടും ഓക്കെ, ബോയ്സ് ഹോസ്റ്റലിന്റെ ഒക്കെയുള്ള ക്യാമ്പസിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട്, എത്രത്തോളം സീറ്റ് ഉണ്ട് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 60 സീറ്റ്സ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. എല്ലാ കോർ ബ്രാഞ്ചുകളും 60 സീറ്റ് പ്രകാരമുണ്ട്. കൂടാതെ IT ഉണ്ട്. IT ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. മീൻസ് കമ്പ്യൂട്ടർ സയൻസ് വന്നതോടുകൂടി IT കുറഞ്ഞു പോയി. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ 360 സീറ്റ്സ് ആണുള്ളത്. അഡ്മിഷൻ കീം വഴിയും NRI കോട്ട വഴിയാണ് കയറാൻ പറ്റുന്നത്. ലാസ്റ്റ് ഇയർത്തെ കട്ട് ഓഫ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ 14,000 ഉള്ളിൽ റാങ്കിലാണ് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് പോയത്. കമ്പ്യൂട്ടർ സയൻസിന് 3794 ആണ്. നല്ല കീം റാങ്ക് വേണം. 3794 റാങ്ക് വേണം ആണ് കഴിഞ്ഞ വർഷം പോയത്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 4008, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 8216, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 10473, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 11665. ഓക്കെ, കൂടാതെ എന്തുണ്ട്, ഇയോവ മുസ്ലിം SC EWS ഒക്കെ എന്തുണ്ട് റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ കമ്പ്യൂട്ടർ സയൻസിന് മുസ്ലിംസിൽ പോയത് 5000-ലാണ്. ഇയോവ പോയിട്ടുള്ളത് 8598-ലൊക്കെയാണ്. ഓക്കെ, ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 5900. ഈ 5900-നെക്കാട്ടി ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 10K അടുത്തുണ്ടാവും. കാരണം ഇതിലോട്ട് ഇനി ലൈബ്രറി ഫീസ്, മറ്റേ അങ്ങനത്തെ കുറച്ച് ചെറിയ ഫീസുകളൊക്കെ, യൂണിയൻ ഫീസ്, അങ്ങനത്തെ കുറച്ച് ഫീസുകളൊക്കെ വരാനുണ്ടാവും. പോർഷൻ ഡെപ്പോസിറ്റ് ഒക്കെ വരാനുണ്ടാവും. അങ്ങനെ ഒരു 10-15 രൂപന്റെ അടുത്താണ് ഫീസ് വരിക. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 32 ഏക്കർ ക്യാമ്പസ് ആണ്. ഡാറ്റാ സെന്റർ ഉണ്ട്, സെൻട്രൽ ലൈബ്രറി ഉണ്ട്, CCF സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, CCE സെന്റർ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെന്റർ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഉണ്ട്. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്, TBI, ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം വിത്ത് വൈഫൈ, എഡ്യൂസാറ്റ്, ഹോസ്റ്റൽ, ഇൻഷുറൻസ് കവറേജ് ഒക്കെയാണ് ഫെസിലിറ്റി. 32 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. നമുക്ക് അവിടുത്തെ കുറച്ച് ലാബിന്റെ ഫോട്ടോസ് ഉണ്ട്. അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ലാബ്, പ്രൊജക്ട് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്, പ്രോഗ്രാമിംഗ് ലാബ്, പ്രൊഡക്ഷൻ ലാബ്, ഫ്ലൂയിഡ് ലാബ്സ്. പ്ലേസ്മെന്റ് സമ്മറി ഇല്ല. സാലറി ആവറേജ് സാലറി കിട്ടിയിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് IBM, HCL, HP, ഫുജിറ്റ്സു, AZ Tech, ഇൻഫോസിസ്, ക്യൂബെസ്റ്റ്, TCS, L&T, ഇൻഫോടെക്. ഒരു കമ്പനികളൊക്കെ അവിടെ പ്ലേസ്മെന്റിന് വരുന്നുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് R&D കമ്മിറ്റി ഉണ്ട്. ഡെഡിക്കേറ്റഡ് കമ്മിറ്റി അണ്ടർ ടെക്യുപ് എയിം ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് എമർജിംഗ് ഏരിയാസ് ആൻഡ് എൻകറേജ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ. ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. സപ്പോർട്ടിംഗ് ഓണ്ടർപ്രണേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ഓഫീസ് സ്പേസ്, മെന്റർഷിപ്പ് ആൻഡ് റിസോഴ്സ് ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ടു മാർക്കറ്റബിൾ പ്രൊഡക്റ്റ്. പിന്നെന്തുണ്ട്, IEDC സെല്ലുണ്ട്. അവരെന്താ അവയർനെസ് ക്യാമ്പും സ്കിൽ ഡെവലപ്മെന്റും കോമ്പറ്റീഷൻ ടു ഫോസ്റ്റർ ഓണ്ടർപ്രണർഷ്യൽ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇവന്റ്സുകൾ, സ്റ്റുഡന്റ് ക്ലബ്സ് ആൻഡ് ചാപ്റ്റേഴ്സ്, ആക്ടിവിറ്റി ഗ്രൂപ്പ്, IEEE, GDSC, റോബോട്ടിക് ക്ലബ് ആൻഡ് തിങ്കർ ഹബ് പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻസ്. ഇവന്റ്സ് ഹോസ്റ്റ് ടെക് ഫെസ്റ്റ് ലൈക്ക് Invento to showcase student creativity and technical powers. Pros: patent and publication. Faculty and student have secured patent and published research in various journals indicating active research output.
PhD program. Offer doctoral program under APJ Abdul Kalam Technological University in various departmental എന്തുണ്ട് PhD അവിടെ നടക്കുന്നുണ്ട്. ഫെസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. അസോസിയേഷൻ 2024 ഓട്ടോ ഷോ നടന്നിട്ടുണ്ട്. തക്സതി 2023 ഇൻവെന്റ് 2026 നടന്ന ഫെസ്റ്റ് ആണ്. ഓക്കെ, കുറച്ച് ഫെസ്റ്റിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻസ് അവിടെ ഫെസ്റ്റ് നടക്കാറുണ്ട് എന്നുള്ളതാണ് കാണിച്ചത്. ഓക്കെ, സ്റ്റുഡന്റ് ലൈഫ് ആൻഡ് ക്ലബ്സ് അവിടെ IEEE സ്റ്റുഡൻസ് ഉണ്ട്. SAE ഇന്ത്യ ഇതൊരു മെക്കാനിക്കൽ കാർക്ക് ഉള്ള ഒരു ക്ലബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെഹിക്കിൾ റിലേറ്റഡ് ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓട്ടോ ഷോയും അവരുടെ തന്നെ വണ്ടി ഉണ്ടാക്കി അവർ അതിന് മത്സരത്തിനൊക്കെ പോകുന്ന ടൈപ്പ് ഒരു ക്ലബാണ്. ആൻഡ് നാഷണൽ സർവീസ് സ്കീം NSS ഉണ്ട്, തിങ്കർ ക്ലബ് ഉണ്ട്, ഫോഴ്സ് ക്ലബ്ബ്, IEDC ഉണ്ട്. കൂടാതെ മ്യൂസിക് ആൻഡ് ഡാൻസ് ക്ലബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ് ഉണ്ട്, ബോട്ട് ക്ലബ് ആൻഡ് ഡ്രാമ ക്ലബ്. ഓക്കെ, റിവ്യൂസ് പറയുന്ന ഇറ്റ് ഈസ് എ റൂറൽ ഏരിയ, ലോഡ്സ് വേ ടു റീച്ച് ദർ, but roads are narrow, signboards are less to identify way to follow those who are going to first time from Palakkad road. അതായത് ഫോളോ ചെയ്യാൻ പറ്റില്ല, റോഡ് അങ്ങോട്ട് എത്താനുള്ള വഴി പറഞ്ഞതാണ്. The college is good atmosphere but accessible is not good. Being located too much inside of a rural area, it is hard to find easy transportation. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊള്ളാന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കോളേജ് നമുക്ക് നോക്കാം. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അക്കാത്തിത്തേര. വായിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഏതാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്? ഫേമസ് കോളേജാണ്, പണ്ടൊക്കെയുള്ള കോളേജാണ്. 1960 ഉണ്ടാക്കിയ കോളേജാണ്. 1960 ഉണ്ടാക്കിയ കോളേജാണ്. ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത കോളേജ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണ്. 1960 എസ്റ്റാബ്ലിഷ്, ഭയങ്കര പഴക്കമുള്ള കോളേജാണ്. 1960 എസ്റ്റാബ്ലിഷ് ആയ കോളേജാണ്. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 66 വർഷം പഴക്കമുള്ള കോളേജാണ്. പാലക്കാടാണ് വരുന്നത്, NSS നഗർ. ഓക്കെ, NBA അക്രഡിറ്റ് കോളേജാണ്, KTUവിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, NSS കോളേജ് ഉണ്ടോ, നല്ല അടിപൊളി ക്യാമ്പസ്. ഗ്രൗണ്ട്, ഇതാണ് NSS ക്യാമ്പസിന്റെ ഒരു ടോപ്പ് വ്യൂ. ഓക്കെ, അവിടെയുള്ള ബിടെക്കിന്റെ ബ്രാഞ്ചുകൾ സിവിൽ എഞ്ചിനീയറിംഗ് 120 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 660 സീറ്റ്സ് ആണുള്ളത്. കീം വഴിയും മാനേജ്മെന്റ് കോട്ട വഴിയും NRI കോട്ട വഴിയും കയറാം. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 15,000 സംതിങ് ആണ്, 15,132 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ശ്രദ്ധിച്ചോളൂ, കമ്പ്യൂട്ടർ സയൻസിന് ഇവിടെ 3,999 ആണ് റാങ്ക് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ കിട്ടണമെങ്കിൽ 3,999 ആണ് കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്ക് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 5,538 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 8,334 ആണ്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിന് വന്നത് 14,496 ആണ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 13,102 ആണ്. ഓക്കെ, ഇനി ഫീസ് അവിടെ ഒരു 35,000 പെർ ഇയർ ആണ് ഫീസ് വരുന്നത്. അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത്. ഗവൺമെന്റ് ഫീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, പക്ഷെ എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള കുറച്ച് ഫീസുകൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ PTA ഫണ്ട്, കാരണം എയ്ഡഡ് കോളേജാണ്. ഫീസൊക്കെ ഗവൺമെന്റ് ഫീസ്, ട്യൂഷൻ ഫീസ് ഒക്കെ ഗവൺമെന്റ് ഫീസ് ആയിരിക്കും. പക്ഷെ അല്ലാതെ കുറച്ച് ചില്ലറ ചിലവുകളുണ്ടാവും. ലൈബ്രറി ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫീസുകളുണ്ടാവും. അങ്ങനെ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് 37,000 വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ക്യാമ്പസ് 125 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. ലൈബ്രറി, ഹോസ്റ്റല്, കോളേജ് ബസ്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ക്യാൻറ്റീൻ, ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കോപ്പറേറ്റീവ് സ്റ്റോർ എല്ലാം ഉണ്ട്.
ലബോറട്ടറീസ് നല്ല അടിപൊളി ലബോറട്ടറീസ് ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻ ലാബ്സ് ഉണ്ടോ? ഫോട്ടോസ് ഉണ്ടോ? നല്ല ലബോറട്ടറീസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലാബ്സ്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ലാബ്, നെറ്റ്വർക്ക് ലാബ് ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ലാബ്. ഇത് മെക്കാനിക്കലിന്റെ ലാബാണ്. പ്ലേസ്മെന്റിന്റെ ഹയസ്റ്റ് സാലറി കണ്ടില്ല, പക്ഷെ ആവറേജ് സാലറി ഒരു 3.5 മുതൽ 5 LP ആണ് അവിടുത്തെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഇൻഫോസിസ്, TCS, UST ഗ്ലോബൽ, സ്പെരീഡിയൻ ടെക്നോളജി, HCL, ഫെഡറൽ ബാങ്ക്, വിപ്രോ, EY, ടാറ്റ എലക്സി, ഡിജിറ്റൽ കോർ ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഇന്നോവേഷൻ സെൽസ്, പാറ്റന്റ് ആൻഡ് പബ്ലിക്കേഷൻ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അലോൺ ഹാസ് മെനി പാറ്റന്റ് ഇൻ ഏരിയ ലൈക്ക് റിന്യൂവബിൾ എനർജി സിസ്റ്റം ആൻഡ് അസിസ്റ്റീവ് ഡിവൈസസ്. ഇന്നോവേഷൻ സെന്റർ ഉണ്ട്. ദ IEDC ആൻഡ് IIC പ്രൊമോട്ട് ഡിസൈൻ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഓണ്ടർപ്രണൽ മൈൻഡ് സെറ്റ് അമോങ് സ്റ്റുഡൻസ്. സ്റ്റുഡന്റ് പ്രൊജക്റ്റുകൾ, ആക്റ്റീവ് പ്രൊജക്ട് ഇൻക്ലൂഡിംഗ് IoT ബേസ്ഡ് energy monitoring, electric vehicle charging systems and robotic rover design. Specialized facilities, department has sophisticated lab for advanced research. Focus, the college emphasizes fostering the cultural research, innovation and entrepreneurship to meet global industry demand. Fest, Tech and Cultural Fest. Diksha, a large-scale national techno-cultural festival combining technical showcase, cultural performance and creative events held annually. Noopuram, an annual inter-department arts festival celebrating cultural talent across different branches. College fest ആണ്. ദീക്ഷ എന്ന് പറഞ്ഞ പരിപാടി നടന്നിട്ടുണ്ട്. നൂപുരം 2022 നടന്നത്, ഓണം 2025, ദീക്ഷ 2023 നടന്നിട്ടുണ്ട്, സൺബേൺ DJ ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഫോട്ടോസ് ഒന്നും കണ്ടില്ല. സ്റ്റുഡന്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്, IEDC ഉണ്ട്, NSS ഉണ്ട്, തിങ്കർ ക്ലബ് ആണെന്ന് തോന്നുന്നു ഈ ലോഗോ. ക്യൂപോൺസ്, ക്വിസ് ക്ലബ് ഉണ്ട്, വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്ട്രി ക്ലബ് ഉണ്ട്, സായി ഇന്ത്യ കോളേജ് ക്ലബ് ഉണ്ട്, എലാസ്റ്റ റീൽസ് ക്ലബ് ആൻഡ് സെലീസ്റ്റിയ സ്പേസ് ക്ലബ്. ഇതൊക്കെ എന്താണ്, കോളേജിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ക്ലബ്ബുകളാണ്. ഓക്കെ, മെയിൻ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഓക്കെ, റിവ്യൂ, സാറ്റിസ്ഫൈഡ്, നോ പ്രോബ്ലം ഇൻ അക്കാദമിക്സ് ആൻഡ് ഫാക്കൽറ്റീസ്, കീപ് ഫ്യൂവർ എക്സ്പെക്ടേഷൻ അബൌട്ട്. കോളേജ് പ്രോഗ്രാമുകളെ പറ്റി എക്സ്പെക്ടേഷൻ കുറക്കാന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ അഡ്ജസ്റ്റബിൾ കോളേജ് എന്ന് റിവ്യൂ ഇട്ടവരുണ്ട്. ഓക്കെ, നിങ്ങൾ റിവ്യൂ നോക്കട്ടോ. അടുത്തത് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മങ്കറ. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്തത്. NBA അക്രഡിറ്റഡ് കോളേജ് ആണ്. KTUവിന്റെ അണ്ടറിലുള്ള കോളേജ് ആണ്. കോളേജിന്റെ ഫോട്ടോസ്, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ബ്രാഞ്ചുകള് സിവിലിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 30 സീറ്റ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ടോട്ടൽ 360 സീറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കുകൾ നോക്കാം. അതിന് മുന്നേ കീമിലൂടെയും മാനേജ്മെന്റ് കോട്ടയിലൂടെയും NRI കോട്ടയിലൂടെയും കയറാം. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് 62,456 ലാസ്റ്റ് റാങ്ക് പോയത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 67,061 പോയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 60,966 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് റാങ്ക് കാണുന്നില്ല. മേ ബി പുതിയ ബ്രാഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്തിട്ടുണ്ടാവില്ല, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇവിടെ എന്തുണ്ട്, 31,547 പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഡിമാൻഡ് കൂടുതലാണ് നടത്തം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 67,000 പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിൽ പോയിട്ടുള്ളത് 52,369. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ അവിടെ കാണിക്കുന്നത് 50,000 രൂപയാണ്. അവിടെ ഒന്നുണ്ടാവും, വേരി ചെയ്യും കേട്ടോ. അവരെ സൈറ്റ് പ്രകാരമാണ്. അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഫീസുകൾ ഉണ്ടാവുക. ഹിഡൻ ഫീസുകളൊന്നും നമുക്ക് ചിലത് അറിയാൻ പറ്റില്ലല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 15 ഏക്കർ
ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്സ്, സ്മാർട്ട് ക്ലാസ് റൂം, വർക്ക്ഷോപ്സ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് വൈഫൈ, സ്മാർട്ട് സെമിനാർ ഹാൾ, ഹോസ്റ്റൽ, കഫ്റ്റീരിയ, മെഡിക്കൽ ഫെസിലിറ്റി, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ, ബസ് ഫെസിലിറ്റി, ഇൻക്യുബേഷൻ സെന്റർ, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഗ്രീൻ ആൻഡ് സെക്യൂർ ക്യാമ്പസ്. CCTV ഒക്കെ ഉണ്ട്. ലബോറട്ടറീസ്, ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, സർവേ ലാബ്, കമ്പ്യൂട്ടർ ലാബ് ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ലാബ്. ഓക്കെ. പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ വരുന്ന കമ്പനികൾ സ്പെറേഡിയൻ, ഓറിയോൺ, TCS, ഇൻഫോസിസ്, CSB ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആമസോൺ, UST ഗ്ലോബൽ, വിഗാർഡ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അവിടെ എന്തുണ്ട്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D സെൽ ഉണ്ട്. ഫോക്കസ് ഓൺ എമർജിംഗ് ടെക് ഏരിയ ലൈക്ക് AI, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റിയിലൊക്കെ എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ നടക്കുന്നുണ്ട്. ഇൻഫോസിസ് ഇന്നോവേഷൻസ്. ഇൻഡസ്ട്രി കൊളാബറേഷൻ ഇൻക്യുബേഷൻ RIST മീൻസ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സപ്പോർട്ട് സ്റ്റുഡന്റ് ആൻഡ് ഫാക്കൽറ്റി ഇന്നോവേഷൻ ത്രൂ ഇൻക്യുബേഷൻ സെന്റർ ഫോർ നർച്ചറിംഗ് സ്റ്റാർട്ടപ്സ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. Technical club, the IEEE student branch of the technical club, coding, robotics, electronics are actively in promoting research. Faculty research, going to publish paper, reputed journal and conference. Infrastructure, the labs are equipped for project-based learning and research, supporting area like civil engineering, mechanical workshop and high-end computer labs. ഫെസ്റ്റുകൾ, ആർട്ട് ഫെസ്റ്റും ജിനെക്സ് 2019 നടന്ന ഏതോ ഫെസ്റ്റ് ആണ്. സ്റ്റുഡന്റ് ക്ലബ്സ്, NSS, 3D ക്ലബ്ബ്, ലിറ്ററസി ആൻഡ് ഡിബേറ്റ് ക്ലബ്. റിവ്യൂ, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൺലി മൈ റിവ്യൂ, നോട്ട് ഇൻ എ ബാഡ് വേ ബട്ട് ഫോർ മീ ഇറ്റ്സ് എ വേസ്റ്റ് ലൈഫ്. ചിലർക്ക് അത് അവന്റെ മാത്രം റിവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കാട്ടോ. ഇതെല്ലാം നെറ്റില് ഗൂഗിൾ മാപ്പിലും വേറെ എവിടെയൊക്കെ റിവ്യൂ കിട്ടുന്ന കോളേജിൽ, ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ റിവ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത കോളേജാണ് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലക്കിടി. ഓക്കെ. ഇതൊരു സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് കോളേജാണ്. ഓക്കെ. ഇത് സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കോളേജ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KTUവിന്റെ അണ്ടറിലായിരിക്കും, പക്ഷെ KTUവിന്റെ സിലബസ് ആയിരിക്കില്ല. ഓട്ടോണോമസ് കോളേജിന് എന്തുണ്ടാവും? അവരുടേതായ സിലബസ് ഉണ്ടാവും. അവർ തന്നെ എക്സാം നടത്തും, അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ. സെൻട്രൽ സിസ്റ്റം ആയിരിക്കില്ല, KTUവിന്റെ സെൻട്രൽ സിസ്റ്റം ആയിരിക്കില്ല. KTUവിന്റെ അഫിലിയേഷൻസും സാധനങ്ങളായിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ടാവും? എക്സാം നടത്താനും സിലബസ് ഇടാനും എല്ലാത്തിനുള്ള അധികാരം ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോളേജിന് ബാക്കിയുള്ള ഇൻഡസ്ട്രീനോടും ഇതിനോടൊക്കെ കൊളാബറേറ്റ് ചെയ്യാനും സബ്ജക്റ്റ് മാറ്റാനും പെട്ടെന്ന് ഏതെങ്കിലും റിസർച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനും ഒക്കെ പറ്റും. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ KTUവിന്റെ സിലബസുമായിട്ട് ബന്ധമില്ലാതാവുമ്പോൾ നമുക്ക് എന്തായിരിക്കും? മീൻസ് എല്ലാം ഈ സെമ്മിൽ അവര് 3rd സെം പഠിക്കും, ചിലപ്പോൾ നിങ്ങൾ 4th സെമ്മിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പഠിക്കും. അപ്പൊ ഈ മിസ്മാച്ച് കൊണ്ട് നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള കോളേജിലത്തെ മെറ്റീരിയലുകളോ നോട്ടുകളോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് നിങ്ങൾക്ക് അത് എന്തില്ലല്ലോ, ആ സമയത്ത് കിട്ടാത്തൊരവസ്ഥ വരും. അത്രയേ ഉള്ളൂ. പഠിക്കുന്നവർക്ക് എന്താണെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ലതാണ്, കാരണം വേറെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇവർ കൊളാബറേഷൻ ഒക്കെ ഉണ്ടാവും. വിദേശ യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ കൊളാബറേഷൻ ചെയ്യുന്ന കോളേജുകളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് ആണ്. 2008 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ലക്കിടി ഒറ്റപ്പാലത്താണ് കോളേജ് ഉള്ളത്. NAC A+ ഉണ്ട് ആൻഡ് NBA അക്രഡിറ്റഡ് കോളേജ് ആണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്, നെഹ്റു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല ക്യാമ്പസ് ആണ്. നല്ല ക്യാമ്പസ് ആണ്. ബ്രാഞ്ചുകൾ ഇവിടെ എന്തുണ്ട്? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ച് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, എയറോനോട്ടിക്കലിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്സ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട് 60 സീറ്റ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്സ്, ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷന് 30 സീറ്റ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് അതിന് 30 സീറ്റ്. ടോട്ടൽ 420 സീറ്റ്സ് അവിടെ ഉണ്ട്. ഓക്കെ.
കുറച്ച് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഒക്കെ ഉള്ള കോളേജാണ്. ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എവിടെയും കണ്ടിട്ടില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ്. കാരണം ഇത് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. കാരണം അവർ തന്നെയാണല്ലോ സിലബസ് ഇടുന്നത്. അവിടെ എന്തുണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. 420 സീറ്റ്. കീമു വഴിയും മാനേജ്മെന്റ് വഴിയും NRI വഴിയും കയറാം. സ്റ്റേറ്റ് മെറിറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് കിട്ടാൻ 45,046 ആണ് വന്നത്. 45,000 സംതിങ് ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 34,000 സംതിങ് ആണ് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 50,000 സംതിങ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 49,253 ആണ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് വന്നത് 63,414 ആണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് 43,795 ആണ്. കൂടാതെ പുതിയ 2 ബ്രാഞ്ചാണ്, സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്നത് പുതിയ ബ്രാഞ്ചാണ്. ഓക്കെ, ഫീസ് എവിടെയും അവൈലബിൾ അല്ല. അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി 20.5 ഏക്കറാണ്. ലൈബ്രറി ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, സിക്ക് റൂം, കഫ്തീരിയ, ഹോസ്റ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, ക്യാൻറ്റീൻ, സെമിനാർ ഹാൾ, ഇന്റർനെറ്റ് ലാബ്, ഫിറ്റ്നസ് സെന്റർ, ഡിജിറ്റൽ ക്യാമ്പസ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് അല്ലാണ്ട്. ലബോറട്ടറീസിന്റെ കുറച്ച് ലബോറട്ടറീസ് കൊടുത്തിട്ടുണ്ട്. എയറോഡൈനാമിക് ലാബ് മീൻസ് എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സിനുള്ളതാണ്. പ്രൊപ്പൽഷൻ ലാബ് അത് എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സിനുള്ളതാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് സിവിൽ എഞ്ചിനീയറിംഗ് ലാബാണ്. നെറ്റ്വർക്ക് ലാബ്, ഇൻസ്ട്രുമെന്റേഷൻ ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് ഇത് ആർക്കാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും. കൂടാതെ ആർക്കും ഉണ്ടാവും, എയറോനോട്ടിക്കൽ എഞ്ചിനീയർക്കും വരുന്ന ലാബ്. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. ഹയസ്റ്റ് സാലറി പാക്കേജ് അറിയില്ല. ആവറേജ് സാലറി 3.5 മുതൽ 5 LPA വരെയാണ്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, ഓഷ്യൻസ്, EF, വി ഡ്രാഫ്റ്റ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ്, ട്രിമറ്റ്, ICC Prudential Life Insurance, Atlas Medical, LCB, NICE Education. Okay. Research and innovation activities. IoT Center for Excellence established in 2016 with the Kerala Startup Mission for Industrial Automation and Smart Technology Research. Aeronautical R&D house the Jet Aerospace and Aviation Research Center focusing on drones, nano satellites and UAV systems. Industry collaboration, active MOU with industry for research and this is linked for applied electronics and communication and internship. Model labs. Facilities include advanced CAD, CAM, CAE ലാബുകളുണ്ട്. ആൻഡ് റോബോട്ടിക്സ്, AI എനേബിൾഡ് സിസ്റ്റം ആൻഡ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ലാബ്സുകളുണ്ട്. സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ്സ് എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ആക്കത്തോൺ, ഡിസൈൻ ചാലഞ്ച് ആൻഡ് ടെക്നിക്കൽ എക്സിബിഷൻസ്. അവിടുത്തെ ഫെസ്റ്റുകൾ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, ഉദ്യമ 2025 മാനേജ്മെന്റ് ഫെസ്റ്റ്, മ്യൂസിക്കൽ നൈറ്റ്, ബ്ലൂം 25, ഓണം, ബ്ലൂം 25 ഇതൊക്കെ. ഓക്കെ, NSIT 2025 പ്രൊജക്ട്സ്. ഓക്കെ, പ്രൊജക്റ്റ് ആയിരുന്നു NSIT. സ്റ്റുഡൻറ് ലൈഫ് ആൻഡ് ക്ലബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IoT ലബോറട്ടറി ഉണ്ട്, NGI, TBI, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, നോബൽ ട്രെയിനിങ്, നെഹ്റു ഔട്ട്ബോൺ ഫോർ ലീഡർഷിപ്പ് എക്സലൻസ്. റിവ്യൂ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബെസ്റ്റ് ഫോർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗുഡ് എൻവയോൺമെന്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അടുത്ത കോളേജാണ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പുതുശ്ശേരി. അഹല്യ കോളേജ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വലിയ ക്യാമ്പസ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പാലക്കാട് NAC B+ കോളേജാണ് വരുന്നത്. അഹല്യ ക്യാമ്പസ് ഭയങ്കര വലിയ ക്യാമ്പസ് ആണ്. പണ്ട് IIT പാലക്കാട് ഉണ്ടാക്കിയ സമയത്ത് അഹല്യ ക്യാമ്പസിന്റെ ഉള്ളിലായിരുന്നു അവരുടെ ടെമ്പററി ക്യാമ്പസ് വന്നിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല വേറെയും കോളേജുകളൊക്കെ ഉണ്ട്. ഓക്കെ, വലിയൊരു ക്യാമ്പസ് ആണ്. ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ്. നല്ല നൈസ്, ബാക്കിൽ മലനിരകളും. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 60 സീറ്റ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്
60 സീറ്റ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, ടോട്ടൽ 360 സീറ്റ്. അഡ്മിഷന് കീമ് മാനേജ്മെന്റ് NRI വഴി കയറാം. ആർട്ടിഫിഷ്യൽ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കാം, റാങ്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 57,000 സംതിങ് ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് 53,000, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 50,000, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വന്നത് 47,971 ആയിരുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വന്നത് 53,551 ആയിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നത് 64,478 ആയിരുന്നു. അടുത്തൊരു ഫീസ് സ്ട്രക്ചർ വരുന്നത് പെർ ആനം 87,530 ആണ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 13.08 ഏക്കേഴ്സ് ആണ്. ലൈബ്രറി, ക്യാൻറ്റീൻ, ഹോസ്റ്റൽ, ലബോറട്ടറീസ് ആൻഡ് IT, മെഡിക്കൽ ഫെസിലിറ്റീസ്, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻ, കഫ്റ്റീരിയ, ട്രാൻസ്പോർട്ടേഷൻ, ഓഡിറ്റോറിയം കണ്ട്. ലബോറട്ടറീസ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ്, AI&ML ലാബ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ലാബ്, മെക്കാനിക്കലിന്റെ ലാബാണ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്. ഓക്കെ. പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുള്ളത് 5 LPA ആവറേജ് 3 to 4 LPA ആണ് വരുന്നത്. പ്ലേസ്മെന്റ് സ്റ്റാർട്ടിംഗ് ഫോർ ദ ലാസ്റ്റ് 4 അക്കാദമിക് ഇയേഴ്സ് 2021-2022 40 പേര് പ്ലേസ് ആയി. 22-23 53 പേര് പ്ലേസ് ആയി. 23-24 42 പേര് പ്ലേസ് ആയി. ആൻഡ് 2024-2025 78 പേര് പ്ലേസ് ആയി എന്നാണ് പറയുന്നത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, IBM, ISAF, ബർഗർ പെയിൻസ്, TCS, സദർലാൻഡ്. ഓക്കെ. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അവിടെ IEDC സെൽ ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് IEDC എന്താണ് കൊളാബറേഷൻ ഉണ്ട്. എല്ലാം ചെയ്യുന്ന തന്നെ ഓണ്ടർപ്രണർ സ്ഥാനത്തിനാണ് IEDC സെൽ ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ IIC ഉണ്ട് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ടു ഫോസ്റ്റർ ഇന്നോവേഷൻ, പ്രീ ഇൻക്യുബേഷൻ ഓഫ് ഐഡിയ ആൻഡ് ഓർഗനൈസ് ആക്കത്തോ. ഓക്കെ. Government program participation, the college participation in initiatives like the National Service NSS and Unit Bharat Abhiyan and additional skill acquisition program ASAP അറിയാലോ, additional skill acquisition program ഉണ്ട്. Research and consultancy departments are actively involved in research with faculty members, publishing journal, conducting consultancy work. For example, the mechanical engineering department has conducted a workshop on additive manufacturing, 3D printing and collaborated on bio implants. Okay. Project and skill development, students are encouraged to engage in technical clubs, hackathons, Hackathon 2.0 and industry internship. Industry collaboration, ASIET maintains industry academia interactions such as those with Genrobotics for practical exposure and innovations. Focus on emerging tech. The college support research in area like AI and ML, VLSI design, embedded system and Internet of Thinking. National Innovation and Startup Policy ഉണ്ട് NISP, ARIIA. ഫെസ്റ്റ് വരുന്നത് ടെക് കൾച്ചറൽ ഫെസ്റ്റ് ഭാരതം 2023. ഓക്കെ. അടുത്ത് അഹല്യ ആർട്ട് ഫെസ്റ്റ് 2025 ഓണമൊക്കെ നടത്താറുണ്ട്, ഓണം ഫെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ. സ്റ്റുഡൻറ്റില് NSS ഉണ്ട്, ആസ്ട്രോണമി ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, ലിറ്ററസി ക്ലബ്ബ്, എൻസാ ക്ലബ്ബ്. ഓക്കെ. റിവ്യൂ കോളേജ് ലൈഫ് അറ്റ് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നോളജിന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ദ കോളേജ് ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ ഗുഡ് ബട്ട് ദ പ്ലേസ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കുഡ് ബി ബെറ്റർ. ഓക്കെ. അടുത്ത കോളേജ് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്, കൂറ്റനാട്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്. ഓക്കെ. സെൽഫ് ഫിനാൻസിങ് കോളേജ് തന്നെയാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നിയർ പട്ടാഭിക്ക് അടുത്താണ് കോളേജ് വരുന്നത്. NBA അക്രഡിറ്റഡ് കോളേജാണ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷനുള്ള കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ് കൊള്ളാം. നല്ല ഗേറ്റ്. ഓക്കെ.
അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 30 സീറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് 60 സീറ്റ്സ്, ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജിക്ക് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ്സുകളാണുള്ളത്. കീമ് വഴിയും മാനേജ്മെന്റ് വഴിയും NRI കോട്ട വഴിയും അഡ്മിഷൻസ് എടുക്കാം. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, ലാസ്റ്റ് റാങ്ക്, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് വന്നത് 58,535 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 52,517 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നത് 51,506 ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു 67,000 സംതിങ്ങിലാണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നത് 67,000 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 65,456 റാങ്ക് വന്നത്. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പുതിയ ബ്രാഞ്ച് എന്തുണ്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള എന്ത് വരുന്നുണ്ട് അടുത്ത ഇയറിൽ, അതായത് ഈ വരുന്ന ഇയറിൽ പുതിയ ബ്രാഞ്ചും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 75,000 പെർ ഇയർ ആണ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്യാമ്പസിന്റെ ഏരിയ 14 ഏക്കറാണ്. ഓഡിറ്റോറിയം, കഫ്തീരിയ, ഹോസ്റ്റൽ റൂം, ലൈബ്രറി, ട്രാൻസ്പോർട്ടേഷൻ, ലാബ് ഫെസിലിറ്റി, സെമിനാർ ഹാൾ, സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്റർ ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ലബോറട്ടറീസിന്റെ ഫോട്ടോസ് ഉണ്ടോ? ഓക്കെ, ലെയ്ത്ത് ഒക്കെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി, സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 3 to 4 LP ആണ്. സദർലാൻഡ്, EY, ഇന്റൽ പാറ്റ്, സ്പൈഡസ്, പെരീഡിയൻ, ഇന്നോവേച്ചർ, വെസ്റ്റ് ഗ്ലോബൽ, പൂർണ്ണം, ഇൻഫോവിഷൻ, ജോബിൻ ആൻഡ് ജിസ്മി, നെബുല ക്ലൗഡ്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDC ഉണ്ട്. ഓക്കെ, R&D സെൽ ലാബ് ഉണ്ട്. ലാബ് ഫോർ റോബോട്ടിക്സ്, AI, ഡാറ്റാ സയൻസ് ആൻഡ് IoT മേക്കർ ലാബ്സുകളുണ്ട്. സ്റ്റുഡൻറ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ്, എൻകറേജ് പാർട്ടിസിപ്പേഷൻ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, പ്രൊജക്ട്, എക്സിബിഷനൊക്കെ സ്റ്റുഡൻറ് ലീഡ് എന്റർപ്രണർഷിപ്പ് ഉണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻ, എൻഗേജ് പാർട്ണർഷിപ്പ് വിത്ത് എൻറ്റിറ്റീസ് ലൈക്ക് ആസ്റ്റർ മെഡിസിറ്റി ഫോർ ഇന്റർ ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അക്കാദമിക് റിസർച്ച് ആൻഡ് പാർട്ണർഷിപ്പ്, CTS as a remote center for IIT Bombay and outreach center for IIRS and ISR ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടെക് ഫെസ്റ്റ് കലാഷ് 2025 and next one is Pravag 2025 and Auto Show 2025. കൾച്ചറൽ ഫെസ്റ്റും ടെക് ഫെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. IEEE ഉണ്ട്, NSS ഉണ്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയർ IEI ഉണ്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ IEI. ഓക്കെ ഉണ്ട്. നാച്ചുറൽ ക്ലബ് ഉണ്ട്, സയൻസ് ക്ലബ് ഉണ്ട്, യോഗ ഉണ്ട്, മ്യൂസിക് ക്ലബ് ഉണ്ട്. ഓക്കെ, ഗുഡ് പ്ലേസ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ക്ലാസ്സസ്. ഹൈയസ്റ്റ് പാക്കേജ് 30,000 30,000 അവർ കോളേജ് ആസ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റിവ്യൂ നോക്കണേ, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഓരോ കോളേജിനെ പറ്റി ഓരോരുത്തർ അവരുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും, അതൊന്ന് നോക്കണേ. അടുത്ത കോളേജ് അൽ-അമീൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഷൊർണൂർ. ഓക്കെ, പാലക്കാടുള്ള അടുത്ത കോളേജാണ് അൽ-അമീൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഷൊർണൂർ. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2003 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. ഷൊർണൂരാണ് വരുന്നത്. NAC അക്രഡിറ്റ് കോളേജ് ആണ്. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് ആണ് കാണുന്നത്. ഓക്കെ, അടുത്ത് അവിടെയുള്ള ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്സ് ആണുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്സ്. ആകെ മൊത്തം
330 സീറ്റ്സ് ആണ് കോളേജിലുള്ളത്. കീം വഴിയും മാനേജ്മെന്റ് വഴിയും NRI കോട്ട വഴിയും കയറാം. സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരം സിവിൽ എഞ്ചിനീയറിംഗിന് 61,000 സംതിങ്ങിലാണ് പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് പോയിട്ടുള്ളത് 64,160 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പോയത് 59,713 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 53,672 ആണ് പോയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 64,800. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് 64,335. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിൽ 62,668 ലാസ്റ്റ് റാങ്ക് പോയത്. 75,000 പെർ ഇയർ ആണ് ഫീസ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 30 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, സ്റ്റോർ, സൈബർ സെന്റർ, ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഉണ്ട്. 30 ഏക്കർ ക്യാമ്പസ് ആണ് വരുന്നത്. ലബോറട്ടറി, സർവേ ലാബ്, സിവിലിന്റെ ലാബാണ് ഇത്. കമ്മ്യൂണിക്കേഷൻ ലാബ്, ഇലക്ട്രിക്കൽ ആൻഡ് മെഷീൻ ലാബ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷീനറി ലാബ്. ഓക്കെ. സാലറി പാക്കേജും ആവറേജ് സാലറി പാക്കേജും കൊടുത്തിട്ടില്ല. ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര, എയർടെൽ, IBM, കൊഡാക്, ICICI ബാങ്ക് ഒക്കെയാണ് അവിടെ നോർമലി റിക്രൂട്ട്മെന്റിന് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDC, IIC ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. അലമീനിയ ഇന്നോവേഷൻ ആൻഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഫോർ സ്റ്റുഡന്റ് വെഞ്ചേഴ്സ്. ഫാക്കൽറ്റി റിസർച്ച് നടക്കാറുണ്ട്. റെപ്യൂട്ടഡ് ജേണൽ secure patent with a faculty member holding patent for an Android security application. Okay, അതിന് patent ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. Student project engaging practical out of the box thinking through project, technical guidance and lab in emerging area like AI and data science. Workshops and seminars. Organize events like hackathon and talks in patent to build a research culture. Publication, publish research paper in national or international journal and promote students' contribution to the Al-Amin Research Magazine. Industry ties, collaborate with industry to encourage research and provide real world exposure. Fest, Tech Cultural Fest, Elysium, Conjuro 2023. Innovex 2K25 ഓട്ടോ ഷോ നടക്കാറുണ്ട്. ഫ്യൂജോ ഫ്രഷേഴ്സ് ഡേ, പ്രൊജക്ട് എക്സ്പോ ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. സ്റ്റുഡന്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ് NSS മാത്രമേ കാണിക്കുന്നുള്ളൂ. IEDC ഉണ്ട് എന്ന് പറഞ്ഞു. I am absolutely dissatisfied with the faculty member. It provide good placement in 2050. Okay, if you are ready to enjoy and secure your career in future, you can choose here. എന്നും പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് റിവ്യൂ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് പാലക്കാടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളായിരുന്നു. ഓക്കെ, പാലക്കാടുള്ള നമ്മൾ എത്ര കോളേജ് നോക്കി? 7ഓളം കോളേജുകൾ നോക്കി. അതിൽ ഏതൊക്കെയുണ്ട്? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം ഉണ്ട്, NSS കോളേജ് ഉണ്ട്, രാജധാനി ഉണ്ട്, ജവഹർലാൽ കോളേജ് ഉണ്ട്, അഹല്യ ഉണ്ട്, അൽ-അമീൻ കോളേജ് ഉണ്ട്, ശ്രീപതി കോളേജ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ 7ഓളം കോളേജുകൾ നോക്കി. അതായത് പാലക്കാടുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും കീം വഴി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കോളേജുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ 7 കോളേജ് നോക്കി. ഇനി അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ബൈ.